നമസ്കാരം. കെ.എസ്. മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എസ്.ഐ പ്രിലിംസിന്റെ റിസൾട്ടൊക്കെ വന്നിട്ട് എല്ലാവരും എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അല്ലേ? കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും താഴത്തോട്ട് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ആംഡിന്റെ ഒക്കെ ആണെങ്കിൽ 33 ഒക്കെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ പലരും പ്രതീക്ഷിക്കാതെ എസ്.ഐ മെയിൻസ് എഴുതാൻ പോകുന്നുണ്ടാവും. നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഓക്കെ ഇപ്രാവശ്യം പാസ്സാവുമെന്ന് പ്രതീക്ഷിക്കാതെ ഇരുന്നിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം 22,000 ആൾക്കാരാണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പ്രിലിംസ് ക്വാളിഫൈ ചെയ്തത് 22,000-ഓളം ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐക്ക് വളരെ കുറച്ച് മാത്രമേ വേക്കൻസി ഉള്ളൂ. കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ടൈം മാനേജ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ വളരെ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കടക്കാം. വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ ഡേ വൈസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ ടാസ്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിനകത്ത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് 45 മാർക്കാണുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഏറെക്കുറെ പഠിച്ചു കാണും അല്ലേ? ഓൾറെഡി പ്രിലിംസിന് പഠിച്ച ഭാഗങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ ഇല്ലാത്തത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവർണൻസ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് അല്ലേ? അപ്പൊ നമുക്ക് അതും ഒന്ന് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, ഹൈ പ്രയോറിറ്റി ഏരിയ ആണ്. സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ല, അവിടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, മെമ്മിന്റെ ഭാഗം അല്ലെ, അതും നമ്മൾ പഠിക്കണം. കാരണം എന്താണ്, 30 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ 30 മാർക്കും ഈ ഒരു 45 മാർക്കും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ ഭാഗത്തു നിന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് ഒക്കെ വരുന്നത് നോക്കണ്ട. നമുക്കൊരു നല്ല റാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 65 റേഞ്ചിലേക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിലും ഇന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഇന്ന് മുതൽ 30 ദിവസത്തേക്കുള്ളൊരു പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നോക്കണം? ഇപ്പോൾ ഒന്നാമത്തെ ദിവസമാണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. എന്ത് പഠിക്കണം? ഡെഫിനേഷൻ ഉണ്ട്, ജനറൽ എക്സെപ്ഷൻ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകുക. പഠിച്ചു പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും BNS-നൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ എന്നുള്ളത്. BNS-ഉം BNSS ഒക്കെ ആയിട്ട് നേരത്തെ IPC-യും CRPC-യും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, റെഫർ ചെയ്തിട്ട് അതൊന്ന് മനസ്സിലാക്കി എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ വട്ടങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വിട്ട് കളയരുത്. കാരണം 30 മാർക്കിൽ നമുക്കൊരു 25 മാർക്കെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യണം. നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 25എങ്കിലും സ്കോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യ ദിവസം പദശുദ്ധി പഠിക്കുന്നു. നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ LCM, HCF ഈ ഒരു ഭാഗങ്ങളൊക്കെ പഠിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇത് ഐഡിയലി ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഫോളോ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. കാരണം നന്നായിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അറിയുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നുമല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഞാനിത് കൂടുതൽ ഓരോ ദിവസം എന്താണെന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഒരു PDF ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ട് കയറി നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ വെച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്ലാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വെറുതെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ടെസ്റ്റ് സീരീസും ഫോളോ ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് സീരീസ് KS മെന്ററിൽ ഓൾറെഡി ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോരാട്ടം ടെസ്റ്റ് സീരീസ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ SI റിസൾട്ട് വന്ന സമയത്ത് KS മെന്ററിലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. 51 പേരാണ് കഴിഞ്ഞ 255 പേര് ഉൾപ്പെട്ട ലിസ്റ്റിൽ നിന്നും 51 പേരാണ് ഇവിടെ പഠിച്ചവരുള്ളത്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക. ഓൾറെഡി ബാച്ച് ഓപ്പൺ ആണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള PDF ഓൾറെഡി ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേഗം അങ്ങോട്ടേക്ക് വന്ന് നോക്കുക. താങ്ക്